ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തുവാ കോമ്പോസിഷൻ ഓഫ് ഫംഗ്ഷൻസ് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? അപ്പോൾ അതിൽ ടെക്സ്റ്റിൽ 1-2 ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. അത് നമുക്ക് ചെയ്യാം. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻവേഴ്സ് ഓഫ് എ ഫംഗ്ഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻസ് അതാണ് നമ്മുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പം ക്വസ്റ്റ്യനിൽ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടാവും, അതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിരിക്കും ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ്, ശ്രദ്ധിച്ചിരിക്കുക. ഭയങ്കര സിമ്പിളാണ്, നമ്മൾ ഓൾറെഡി പഠിച്ച ടൈപ്പ് തന്നെയാണ്. ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടത് മാത്രമായിട്ടുള്ളൂ, ബാക്കി നിങ്ങൾക്ക് തനിയെ ചെയ്യാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻസ്. അപ്പൊ ഞാനൊരു ഫംഗ്ഷൻ പറയാണ്, എഫ് ഫ്രം ആർ ടു ആർ. എഫ് ഫ്രം ആർ ടു ആർ, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x മൈനസ് 3. എഫ് ഓഫ് എക്സ് എന്താണ്? 2x മൈനസ് 3. അടുത്തത് ജി ഫ്രം ആർ ടു ആർ. വേറൊരു ഫംഗ്ഷൻ പറയാണ്, ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 3/2. ജി ഓഫ് എക്സ് ഈക്വൽ ടു എന്താണ്? എക്സ് പ്ലസ് 3/2. അപ്പോ രണ്ട് ഫംഗ്ഷൻസ് തന്നിട്ടുണ്ട്. ഇത് തമ്മിലൊരു പ്രത്യേകത ഉണ്ട്. എന്താണ് ആ പ്രത്യേകത എന്ന് ഞാനിപ്പോ വഴിയെ കാണിച്ചു തരാം. അപ്പോ ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ. എഫ് ഓഫ് ജി എക്സും കണ്ടുപിടിക്കും, അത് കഴിഞ്ഞിട്ട് ജി ഓഫ് എഫ് എക്സും കണ്ടുപിടിക്കും. എഫ് ഓഫ് ജി എക്സും കണ്ടുപിടിക്കും, അത് കഴിഞ്ഞിട്ട് ജി ഓഫ് എഫ് എക്സും കണ്ടുപിടിക്കും. അപ്പൊ ആദ്യം എഫ് ഓഫ് ജി എക്സ്. എഫ് ഓഫ് ജി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഫ് ബ്രാക്കറ്റിനകത്ത് ജി ഓഫ് എക്സ്, നമ്മൾ കോമ്പോസിറ്റിൽ പഠിച്ചത്. എഫ് ബ്രാക്കറ്റിനകത്ത് ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ബ്രാക്കറ്റിനകത്ത് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നോക്കുക. ജി ഓഫ് എക്സ് എന്താണെന്ന് നോക്കുക. ജി ഓഫ് എക്സ് ക്വസ്റ്റ്യൻ തന്നിട്ടില്ലേ? ജി ഓഫ് എക്സ് എന്താണെന്ന് തന്നിട്ടുണ്ട്? എക്സ് പ്ലസ് 3/2 എന്ന് തന്നിട്ടുണ്ട്. ജി ഓഫ് എക്സ് എന്ന് തന്നിട്ടുണ്ട് എക്സ് പ്ലസ് 3/2 എന്ന് തന്നിട്ടുണ്ട്. ഈക്വൽ ടു, അപ്പൊ എഫ് ഓഫ് എക്സ് പ്ലസ് 3/2 കണ്ടുപിടിക്കണം. എഫ് ഓഫ് എക്സ് പ്ലസ് 3/2. എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ടല്ലോ. എഫ് ഓഫ് എക്സ് എന്താണെന്ന് തന്നിട്ടുണ്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x മൈനസ് 3 ആണെന്ന് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്താ തന്നിട്ടുണ്ട്? 2x മൈനസ് 3 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? എഫ് ഓഫ് എക്സ് പ്ലസ് 3/2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഈ എക്സിന് പകരം എന്തിട്ട് കൊടുക്കണം? നമ്മള് എക്സ് പ്ലസ് 3/2 ഇട്ട് കൊടുക്കണം. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തതാണ്. അപ്പോ എഫ് ഓഫ് എക്സില് ഈ എക്സിന് പകരം എഫ് ഓഫ് എക്സ് പ്ലസ് 3/2, എക്സിന് പകരം എക്സ് പ്ലസ് 3/2 ഇട്ട് കൊടുക്കണം. അപ്പൊ ഇവിടെ എക്സിന് പകരം എക്സ് പ്ലസ് 3/2 ഇട്ട് കൊടുക്കും. അല്ലെങ്കിൽ റൗണ്ട് ഇട്ടിട്ട് ആ പ്ലേസിൽ എക്സിന് പകരം ഈ ഇതിനകത്തുള്ള വാല്യൂ കൊണ്ട് ഇട്ട് കൊടുത്താലും മതി, പറ്റാത്തവർ. അപ്പൊ 2 ഇൻറ്റു എന്തായിരുന്നു? എക്സ് പ്ലസ് 3/2 മൈനസ് 3. അപ്പോ ഈ 2 ക്യാൻസൽ ചെയ്ത് പോയി. എക്സ് പ്ലസ് 3 മൈനസ് 3 ഈക്വൽ ടു പ്ലസ് 3 മൈനസ് 3 പോയി ബാക്കി എന്തെന്ന് കിട്ടും? ബാക്കി എന്തെന്ന് കിട്ടി? എക്സ് എന്ന് കിട്ടി. അപ്പൊ എഫ് ഓഫ് ജി എക്സ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി? എഫ് ഓഫ് ജി എക്സ് ഈക്വൽ ടു എക്സ്. അതായത് കൊടുക്കുന്നത് എന്താണ്? എക്സിന് എന്തെങ്കിലും ഒരു വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എക്സ് തന്നെ കിട്ടും. അതായത് എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാൽ 1 തന്നെ കിട്ടും. എക്സിന് 2 കൊടുത്തു കഴിഞ്ഞാൽ 2 തന്നെ കിട്ടും. എക്സിന് 3 കൊടുത്തു കഴിഞ്ഞാൽ 3 തന്നെ കിട്ടും. കൊടുക്കുന്നത് എന്താണോ അത് തന്നെ കിട്ടും. അങ്ങനത്തെ ഫംഗ്ഷൻസിന് ഒരു പേര് പറയും. എന്താണ് ആ ഫംഗ്ഷൻസിനെ പറയുന്ന പേര്? എത്ര പേർക്ക് ഓർമ്മയുണ്ട് പ്ലസ് 1 പഠിച്ച ആ ഫംഗ്ഷനെ പറയുന്ന പേര്? എന്താണോ നമ്മൾ കൊടുക്കുന്നത് അത് തന്നെ നമുക്ക് കിട്ടും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. എത്ര പേർക്ക് ഈ ഫംഗ്ഷന്റെ പേരെന്താണെന്ന് അറിയാമെന്ന് ആലോചിക്കും. നിങ്ങൾ പഠിച്ചതുകൊണ്ട് പ്ലസ് 1 പഠിച്ചതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിൽ എത്ര പേർക്ക് ഇതിന്റെ പേരറിയാം? ഒന്ന് ആലോചിച്ച് നോക്കുക. തനിയെ തന്നെ ഒന്ന് നോക്കുക എത്ര പേർക്ക് അറിയാമെന്ന്. നിങ്ങൾ പറയുന്ന പേരാണ് ഐഡന്റിറ്റി ഫംഗ്ഷൻ. കൊടുക്കുന്നത് തന്നെ കിട്ടുന്ന ടൈപ്പ് ഫംഗ്ഷൻസിനെ പറയുന്ന പേരാണ് ഐഡന്റിറ്റി ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. ഐഡന്റിറ്റി ഫംഗ്ഷനെ ക്യാപിറ്റലായി കൊണ്ട് ഡിനോട്ട് ചെയ്യാം. അപ്പൊ ഇതിനെ ഞാൻ കൊടുക്കുന്നത് തന്നെ കിട്ടി, അതൊരു ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണെന്ന് എഴുതി. എന്ത് ഫംഗ്ഷൻ ആണെന്ന് എഴുതി? ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണെന്ന് എഴുതി. എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വരും. അപ്പോ നമുക്ക് എഫ് ഓഫ് ജി എക്സ് ഈക്വൽ ടു എക്സ്, അതായത് എഫ് ഓഫ് ജി എക്സ് ഈക്വൽ ടു എന്ന് കിട്ടി, നമുക്ക് ഐ എന്ന് കിട്ടി. ഇനി അടുത്ത് നമുക്ക് തിരിച്ച് ജി ഓഫ് എഫ് എക്സ് കണ്ടുപിടിക്കും. ഒന്ന് നോട്ട് ചെയ്യുക, പൗസ് ചെയ്തിട്ടില്ല. ജി ഓഫ് എഫ് എക്സ് കണ്ടുപിടിക്കും. ജി ഓഫ് എഫ് എക്സ്. ജി ഓഫ് എഫ് എക്സ് ഈക്വൽ ടു ജി ബ്രാക്കറ്റിനകത്ത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ബ്രാക്കറ്റിനകത്ത് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കുക. എഫ് ഓഫ് എക്സ് എന്തായിരുന്നു? 2x മൈനസ് 3. എഫ് ഓഫ് എക്സ് എന്തായിരുന്നു?
2x minus 3. അപ്പൊ g of 2x minus 3 കണ്ടുപിടിക്കണം. g of x എന്താണെന്ന് അറിയാം. g of x equal to x plus 3 by 2. g of x എന്താണ്? x plus 3 by 2. പക്ഷെ നമുക്ക് g of 2x minus 3 കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ x ന് പകരം ഇവിടെ 2x minus 3. ഈ 2x minus 3 കൊണ്ട് x ന് പകരം എഴുതിയാൽ മതി. അപ്പൊ ഈക്വൽ ടു ഈ x ന് പകരം ഈ വാല്യൂ അകത്തോണ്ട് എഴുതും. x ന് പകരം വാല്യൂ അകത്തോണ്ട് എഴുതുമ്പോൾ എന്ത് വരും? 2x minus 3. x ന് പകരം എഴുതി. പിന്നെ എന്തുണ്ട് വരും? പ്ലസ് 3 ഡിവൈഡഡ് ബൈ എന്നുണ്ട് 2. മൈനസ് 3യും പ്ലസ് 3യും വെട്ടിപ്പോവും. ബാക്കി എന്ത് കിട്ടും? 2x ഡിവൈഡഡ് ബൈ 2. 2 ഉം 2 വെട്ടിപ്പോവും. ബാക്കി എന്തെന്ന് കിട്ടും? x എന്ന് കിട്ടും. അപ്പൊ നോക്കി g of fx എന്തെന്ന് കിട്ടി? g of fx എന്തെന്ന് കിട്ടി? നമുക്ക് x എന്ന് തന്നെ കിട്ടി. അതായത് ഐഡന്റിറ്റി ഫംഗ്ഷൻ തന്നെ ഉണ്ട്. അപ്പൊ g of fx ഉം f of gx രണ്ടും x തന്നെയാണ്. ഐഡന്റിറ്റി ഫംഗ്ഷൻ തന്നെയാണ്. അതായത് i തന്നെയാണ്. ഐഡന്റിറ്റി ഫംഗ്ഷൻ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണെന്ന് പറയുന്നത് i എന്ന്. അപ്പൊ g of fx കണ്ടുപിടിക്കുമ്പോഴും f of gx കണ്ടുപിടിക്കുമ്പോഴും രണ്ടും ഐഡന്റിറ്റി ഫംഗ്ഷൻ തന്നെയാണ് കിട്ടുന്നതെങ്കിൽ ആ ടൈപ്പ് ഫംഗ്ഷൻ, ആ രണ്ട് ഫംഗ്ഷനെ നമുക്ക് എന്ത് ഫംഗ്ഷൻ ആണെന്ന് പറയാം? ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻസ് ആണെന്ന് പറയാം. അതായത് ഒരെണ്ണത്തിന്റെ ഇൻവേഴ്സ് ആണ് മറ്റേന്ന് പറയാം. അതായത് എഫ് ഓഫ് എക്സിന്റെ ഇൻവേഴ്സ് ആണ് ആരെന്ന് പറയുന്നത്? ജി ഓഫ് എക്സ് എന്ന് പറയാം. നമുക്ക് എന്തെന്ന് പറയാം? എഫ് ഓഫ് എക്സിന്റെ ഇൻവേഴ്സ് ആണ് ആരെന്ന് പറയുന്നത്? ജി ഓഫ് എക്സ് എന്ന് പറയുന്നത്. കണ്ടീഷൻ എന്താണ്? എഫ് ഓഫ് ജി എക്സ് കണ്ടുപിടിക്കുക, ജി ഓഫ് എഫ് എക്സും കണ്ടുപിടിക്കുക. രണ്ടും കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെന്ന് കിട്ടണം? ഐഡന്റിറ്റി ഫംഗ്ഷൻ എന്ന് കിട്ടണം. ഇപ്പൊ എഫ് ഓഫ് ജി വൈയും ജി ഓഫ് എഫ് വൈ ആണ് കണ്ടുപിടിക്കുന്നത്. നിങ്ങൾക്ക് എന്തെന്ന് കിട്ടണം? വൈ എന്ന് കിട്ടണം. ഐഡന്റിറ്റി ഫംഗ്ഷൻ കിട്ടണം. കൊടുക്കുന്നത് എന്താണോ അത് തന്നെ കിട്ടണം. ഐഡന്റിറ്റി ഫംഗ്ഷൻ കിട്ടുവാണെങ്കിൽ ആ രണ്ട് ഫംഗ്ഷനെ നമുക്ക് എന്തെന്ന് പറയാം? ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻസ് എന്ന് പറയാം. അതായത് എഫ് ഓഫ് എക്സിന്റെ ഇൻവേഴ്സ് ആരായിരിക്കും? ജി ഓഫ് എക്സ് ആയിരിക്കും. ജി ഓഫ് എക്സിന്റെ ഇൻവേഴ്സ് ആരായിരിക്കും? എഫ് ഓഫ് എക്സ് ആയിരിക്കും. അങ്ങനെ ഇവർ രണ്ടുപേരും എന്താണ്? ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻസ് ആയിരിക്കും. തമ്മിൽ ഇൻവേഴ്സുകളായിരിക്കും. അപ്പോ ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ആണെങ്കിൽ അതിന്റെ ഇൻവേഴ്സിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് എഫ് ഇൻവേഴ്സ് എക്സ് എന്നാണ് എഴുതുന്നത്. അതിന്റെ ഇൻവേഴ്സിനെ ഡിനോട്ട് ചെയ്യാൻ എന്തെന്നാണ് എഴുതുന്നത്? എഫ് ഇൻവേഴ്സ് എക്സ് എന്നാണ് എഴുതുന്നത്. അപ്പൊ ഇതാണ് ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻസിന്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡെഫിനിഷൻ ഞാൻ നോട്ടായിട്ട് തരാം. അപ്പൊ ഡെഫിനിഷൻ മനസ്സിലാക്കേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു ഫംഗ്ഷൻ ഉണ്ട് എഫ് ഫ്രം ആർ ടു ആർ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. വേറൊരു ഫംഗ്ഷൻ ഉണ്ട് ജി ഫ്രം ആർ ടു ആർ ജി ഓഫ് എക്സ് എന്ന് പറയുന്നത്. ഇവർ രണ്ടൊരു ഇൻവേർട്ടിബിൾ ആണെന്നുണ്ടെങ്കിൽ ജി ഓഫ് എഫ് എക്സും എഫ് ഓഫ് ജി എക്സും എന്ത് വരണം? അവിടെ ഐ വരണം. അതായത് ഐഡന്റിറ്റി ഫംഗ്ഷൻ വരണം. കൊടുക്കുന്നത് എന്താണോ അത് തന്നെ കിട്ടണം. എക്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ എക്സ് തന്നെ കിട്ടണം. 1 ആണ് കൊടുക്കുന്നതെങ്കിൽ 1 തന്നെ കിട്ടണം. അങ്ങനത്തെ ഫംഗ്ഷൻസിനെ പറയുന്ന പേരാണ് ഐഡന്റിറ്റി ഫംഗ്ഷൻസ്. അങ്ങനെ വരികയാണെങ്കിൽ അവർ രണ്ടുപേരും എന്ത് ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് പറയാം? ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻസ് ആണെന്ന് പറയാം. ഒരെണ്ണത്തിന്റെ ഇൻവേഴ്സ് ആണ് ഏതെന്ന് പറയാം? നമുക്ക് മറ്റേതെന്ന് പറയാം. അപ്പൊ ക്വസ്റ്റ്യൻ ഇതായിരിക്കും വരുന്നത്. ക്വസ്റ്റ്യൻ രണ്ട് രീതിക്ക് വരാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ടൈപ്പ് പറയാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടാവും. എഫ് ഫ്രം ആർ ടു ആർ ഞാൻ ഇതൊന്ന് സൈഡിൽ എഴുതാം. ഇത് നമ്മുടെ ആൻസർ ആണ്. ജി ഓഫ് എക്സ് ഈക്വൽ ടു എന്തായിരുന്നു? എക്സ് പ്ലസ് 3/. ഇതിപ്പോ നമുക്ക് ആവശ്യമില്ല, ഇതിവിടെ ഇരുന്നോട്ടെ. ഇത് രണ്ട് ഇൻവേഴ്സുകളാണ് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? അതായത് എഫ് ഓഫ് എക്സിന്റെ ഇൻവേഴ്സ് ഏതെന്ന് പറയുന്നത് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. ക്വസ്റ്റ്യൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടാവും. എന്നിട്ട് പറയും ചെക്ക് വെദർ ദിസ് ഫംഗ്ഷൻ ഈസ് ഇൻവേർട്ടിബിൾ എന്നോ ഡസ് ഹാവ് ആൻ ഇൻവേഴ്സ്, ഈ ഫംഗ്ഷൻ ഇൻവേഴ്സ് ഉണ്ടോന്നോ അങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. ഇഫ് സോ ഉണ്ടെങ്കിൽ ഫൈൻഡ് ഇറ്റ്സ് ഇൻവേഴ്സ്, ആ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിരിക്കും ചോദ്യം. ഇങ്ങനെ ആയിരിക്കും ചോദ്യം വരുന്നത്. ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടാവും, അത് ഇൻവേർട്ടിബിൾ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടാവും. ഇൻവേർട്ടിബിൾ ആണെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കും. ഇതാണ് ചോദ്യം എന്ന് പറയുന്നത്. ചെയ്യാൻ പ്രത്യേകിച്ചൊന്നുമില്ല. ഒരു ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആണെന്നുണ്ടെങ്കിൽ വേറൊരു കണ്ടീഷൻ കൂടെ ഉണ്ട്. ഇഫ് f is invertible, then f is 1 1 and on 2. 1 1 ഉം on 2 ആണെങ്കിൽ, ഇത് രണ്ടും ആണെങ്കിൽ അതിനൊരു പേര് പറയാം. എന്തായിരുന്നു അതിനെ പറയുന്ന പേര്? ബൈജക്റ്റീവ് ഫംഗ്ഷൻ.
ഒരു ഫംഗ്ഷൻ ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെങ്കിൽ മാത്രമേ അവിടെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഒന്നുകൂടെ എന്തുകൊണ്ടാണ് പറയുന്ന കണ്ടീഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണെന്ന് പറയുന്നത്, ഒരു ഫംഗ്ഷന് ഇൻവേഴ്സ് ഉണ്ടാവണമെങ്കിൽ ആ ഫംഗ്ഷൻ 1 ആയിരിക്കണം, അതുപോലെ ഓൺ ടു ആയിരിക്കണം. ഈ രണ്ട് കണ്ടീഷനും ഉണ്ടെങ്കിൽ, അതായത് ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആണെങ്കിൽ മാത്രമേ അവിടെ ഇൻവേഴ്സ് ഉണ്ടാവുകയുള്ളൂ. അപ്പോ ചെക്ക് വെദർ ദിസ് ഫംഗ്ഷൻ ഈസ് ഇൻവേർട്ടിബിൾ എന്ന ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ. നിങ്ങൾ നേരത്തെ ചെയ്യുന്നത് പോലെ ആ തന്നിരിക്കുന്ന ഫംഗ്ഷൻ 1 ആണോ ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ 1 ഓൺ ടു ആണെങ്കിൽ അത് ബൈജക്റ്റീവ് ആണ്, അതുകൊണ്ട് അവിടെ എന്തുണ്ട്, ഇൻവേഴ്സ് ഉണ്ട്. അപ്പോൾ എഴുതുക ഇറ്റ് ഈസ് 1 ആൻഡ് ഓൺ ടു, therefore ഇറ്റ് ഈസ് ഇൻവേർട്ടിബിൾ. ഇനി അടുത്തത് ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വളരെ സിമ്പിൾ ആണ്, അതിന് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പൊ ഒന്ന് ശ്രദ്ധിച്ചിരിക്കും. ഞാനിപ്പോ ആൻസർ ഇതിലോട്ട് എങ്ങനെയാണ് എത്തുന്നത് നോക്കി. ഇതിന്റെ ഇൻവേഴ്സ് ആയിരുന്നു ഇതെന്ന് പറയുന്നത് അല്ലെ, നമ്മൾ നേരത്തെ കണ്ടായിരുന്നു ഇത് രണ്ട് ഇൻവേഴ്സ് ആണെന്ന് അല്ലെ. എഫ് ഓഫ് ജി എക്സും ജി ഓഫ് എഫ് എക്സും നമുക്ക് എന്തെന്ന് കിട്ടി, ഐ എന്ന് കിട്ടിയായിരുന്നു നമ്മൾ നേരത്തെ. ഇത് രണ്ടും ഇൻവേഴ്സുകളാണ്. എങ്ങനെയാ ഇൻവേഴ്സ് കണ്ടുപിടിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ പറഞ്ഞുതരാം. അപ്പം ആദ്യം ഈ ക്വസ്റ്റ്യൻ ചെക്ക് വെദർ ദിസ് ഫംഗ്ഷൻ ഈസ് ഇൻവേർട്ടിബിൾ ആണെന്ന് നോക്കാൻ ആദ്യം 1 ചെയ്യാം. 1 ഒക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. എന്താണ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എന്തെന്ന് വന്നിട്ടുണ്ട്, 2x - 3. എഫ് ഓഫ് x1 എഴുതുക. പ്രൊസീജിയർ ഒന്നും ആരും മറന്നില്ലെന്ന് വിശ്വസിക്കുന്നു. എഫ് ഓഫ് x1 എന്താണ്, 2x1 - 3. എഫ് ഓഫ് x2 എന്താണ്, 2x2 - 3. ലെറ്റ് എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2. എഫ് ഓഫ് x1 എന്തായിരുന്നു, 2x1 - 3 ഈക്വൽ ടു 2x2 - 3. -3 വെട്ടിപ്പോവും. 2x1 ഈക്വൽ ടു 2x2. 2 വെട്ടിപ്പോവും. ലാസ്റ്റ് എന്ത് കിട്ടും, x1 ഈക്വൽ ടു എന്തെന്ന് കിട്ടും, x1 ഈക്വൽ ടു x2 നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പോകാനേ ഉള്ളൂ. അപ്പൊ ഇതെന്ത് തന്നെയാണ്, 1 തന്നെയാണ്. ഓക്കെ, ആദ്യത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ, 1 തന്നെയാണ്. അപ്പൊ 1 എഴുതുന്ന എഴുതുക, ഇറ്റ് ഈസ് 1 എന്ന് എഴുതും. ഇനി അടുത്തത് ഓൺ ടു കൂടെ ആണെങ്കിൽ ഓക്കെ, ഇതിന് ഇൻവേഴ്സ് ഉണ്ട്. ഓൺ ടു കൂടെ ചെക്ക് ചെയ്യുക. ഓൺ ടു എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്, ലെറ്റ് y is equal to f of x. y is equal to f of x എന്തായിരുന്നു, 2x - 3. തിരിച്ചൊന്ന് എഴുതി, 2x - 3 ഈക്വൽ ടു y. ഇവിടെ നിന്ന് x കണ്ടുപിടിക്കുക. 2x ഈക്വൽ ടു -3 അപ്പുറത്ത് പോകുമ്പോൾ എന്തായി മാറും, -3 അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് ആയി മാറും. 2 into x ഈക്വൽ ടു y plus 3. x ഈക്വൽ ടു into 2 അപ്പുറത്ത് പോകുമ്പോൾ എന്തായി മാറും, ഡിവൈഡഡ് ബൈ 2 ആയി മാറും. ഇത് എലമെന്റ് ഓഫ് എഫ് ഫ്രം എവിടെ നിന്ന് അങ്ങോട്ടാണ്, R to R ആണ്. ഇത് എലമെന്റ് ഓഫ് R ആണോ അല്ലയോ എന്ന് നോക്കണം. ഇതാണ് നോക്കേണ്ടത്. ആ എലമെന്റ് ഓഫ് R ആണെങ്കിൽ എന്താണ്, 1 ആണ്, ഓൺ ടു ആണ്. എലമെന്റ് ഓഫ് R അല്ലെങ്കിൽ ഇതെന്തല്ല, ഓൺ ടു അല്ല. അപ്പൊ എലമെന്റ് ഓഫ് R ആണ് നോക്കാൻ നിങ്ങൾ കുറെ നമ്പർ ഇട്ട് നോക്കുക. 1 കൊടുത്ത് നോക്കുക, 2 കൊടുത്ത് നോക്കുക, 3 കൊടുത്ത് നോക്കുക, 4 കൊടുത്ത് നോക്കുക. നമ്മൾ ഏത് നമ്പർ കൊടുത്താലും ഇത് എലമെന്റ് ഓഫ് R ആയിരിക്കും. കാരണം എന്താണ്, ഇതൊരു ഫ്രാക്ഷൻ ആയിട്ടോ എന്തെങ്കിലും ആയിട്ടായിരിക്കും. നിങ്ങൾ കുറെ നമ്പർ കൊടുത്തു നോക്കണം കേട്ടോ, എക്സാമ്പിൾ ആയിട്ട് കൊടുത്തു നോക്കണം എന്നുള്ളത്. എനിക്ക് ഹോംവർക്ക് ആയിട്ട് കാണണം. അപ്പം 1, 2, 3 ഇപ്പൊ ഞാൻ ഒരെണ്ണം ചെയ്താണെങ്കിൽ ഇപ്പൊ വൈക്ക് ഞാൻ 1 കൊടുത്തു. വൈക്ക് 1 കൊടുക്കുമ്പോ 1 + 3/2 എന്ന് കിട്ടും. x ഈക്വൽ ടു 1 + 3/2. 1 + 3 എത്രയാണ്, 4/2 ഈക്വൽ ടു 2. ഇനി വൈക്ക് 2 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, വൈക്ക് 2 കൊടുത്തു കഴിഞ്ഞാൽ 1 + 2 + 3/2 എന്ന് കിട്ടും. 2 + 3 എത്രയാണ്, 5/2 ഈക്വൽ ടു എത്രയാണ് വരും, 2.5. ഡെസിമൽ നമ്പേഴ്സ് ഒക്കെ എല്ലാം എന്ത് നമ്പേഴ്സ് ആണ്, റിയൽ നമ്പറിൽ തന്നെയാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ ഡിനോമിനേറ്ററിൽ ശ്രദ്ധിച്ചാൽ മതി. ഡിനോമിനേറ്ററിൽ വെറുതെ നമ്പേഴ്സ് മാത്രമാണെങ്കിൽ ഒരു പ്രശ്നമില്ല, അത് എന്തായാലും എലമെന്റ് ഓഫ് R തന്നെയായിരിക്കും, റിയൽ നമ്പർ തന്നെയായിരിക്കും. പക്ഷെ ഡിനോമിനേറ്ററിൽ ഇപ്പൊ y എന്നൊക്കെ വരെയാണ്, ഇങ്ങനെ y എന്ന് വന്നു. ഇനി ഇത് എലമെന്റ് ഓഫ് R ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാം എലമെന്റ് ഓഫ് R അല്ല. കാരണം എന്താണ്, ഒരു ഫ്രാക്ഷൻ ഒരിക്കലും ഡിനോമിനേറ്ററിൽ എന്ത് വരാൻ പാടില്ല, 0 വരാൻ പാടില്ല. അപ്പൊ ഡിനോമിനേറ്ററിൽ 0 വന്നു കഴിഞ്ഞാൽ അതെന്തായി പോകും, നോട്ട് ഡിഫൈൻഡ് ആയി പോകും. ഇപ്പൊ വൈയുടെ വാല്യൂ 0 എടുത്ത് കഴിഞ്ഞാൽ വരും 0 + 3/0 എന്ന് വരും. ഡിവൈഡഡ് ബൈ 0 പറ്റുമോ, ഒരു ഫ്രാക്ഷൻ ഡിവൈഡഡ് ബൈ 0 പറ്റുമോ അവിടെ എന്ന് പറയുന്നത് ഇല്ല. അപ്പൊ ഇവിടെ ഇങ്ങനത്തെ വേരിയബിളിന് പകരം ജസ്റ്റ് ഒരു നമ്പർ ആണെങ്കിൽ ഇത് എന്തായാലും എലമെന്റ് ഓഫ് R തന്നെ ആയിരിക്കും. നിങ്ങൾ കുറച്ച് എക്സാമ്പിൾ കൊടുത്തു നോക്കിയാൽ മതി. ഇതൊരു ഡെസിമൽ നമ്പർ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്, ഒരു റിയൽ നമ്പർ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്, അല്ലെ യാതൊരു സംശയമില്ല. അപ്പൊ 1-2 എക്സാമ്പിൾസ് ചെയ്യുക പരീക്ഷയ്ക്ക്, എന്നിട്ട് എഴുതുക ഇറ്റ് ഈസ് ഓൺ ടു. കുറെ പേര് എക്സാമ്പിൾ എഴുതുന്നില്ല, അവർ എക്സാമ്പിളും കൂടെ എഴുതാനായിട്ട് ശ്രമിക്കുക, അതും കൂടെ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. therefore ഇറ്റ് ഈസ് ഓൺ ടു, ഇറ്റ് ഈസ് ഓൺ ടു. അപ്പൊ 1 ഓൺ ടു ആയ സ്ഥിതിക്ക്, ബൈജക്റ്റീവ് ആയ സ്ഥിതിക്ക് ഇത് എന്ത് തന്നെയാണ്, ഇത് ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ തന്നെയാണ്. അതായത് അവിടെ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ എഴുതുക
it is 1 1 and onto, therefore it is an invertible function. The given function is invertible. The given function is invertible. ഇനി ഇതാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇത്രയും പാർട്ട് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ പഠിച്ച കാര്യമാണ്. സിമ്പിൾ അല്ലേ, ഒരു പാടുമില്ല, നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യം തന്നെ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇഫ് ഓഫ് ഫൈൻഡ് ഇറ്റ്സ് ഇൻവേഴ്സ്. അത് ഇതിനേക്കാളും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഇറ്റ്സ് ഇൻവേഴ്സ് എന്നാണ് പറയുന്നത്. നിങ്ങളതായി ഈ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന ആൻസർ ഉണ്ട്, എക്സ് ഈക്വൽ. ഇതാണ് അതിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. എന്താണ് അതിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്? ഇൻവേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഈ സെയിം ആൻസർ തന്നെയാണ്. ഓൺ ടുവിന്റെ സ്റ്റെപ്പ് തന്നെയാണ്. y is equal to fx എന്ന് എഴുതുക. y is equal to ഇത് സെയിം സാധനം. y is equal to 2x minus 3. fx എന്നിട്ടുണ്ട് 2x minus 3. അവിടെ നിന്ന് x കണ്ടുപിടിക്കുക. തിരിച്ചിട്ടു 2x minus 3 equal to y. 2x equal to minus 3 അപ്പുറത്ത് പോകുമ്പോൾ പ്ലസ് 3. x equal to y plus 3/2. ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ഒരു പാടുമില്ല. ഇത് ഓൾറെഡി ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, ഇവിടെ വെച്ച് നിർത്താൻ മതി. ഇനി അഥവാ ഇത് പറയാതെ വെറുതെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനാണ് പറയുന്നതെങ്കിൽ നിങ്ങൾ ഈ സ്റ്റെപ്പ് എഴുതി വേണം ചെയ്യാനായിട്ട്. ഓൾറെഡി ഇത് ചെക്ക് വെദർ ഇറ്റ് ഈസ് ദിസ് ഫംഗ്ഷൻ ഈസ് ഇൻവെർട്ടിബിൾ ആണെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ 1 1 1 2 ഓൾറെഡി പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് തന്നെ ഇനി വീണ്ടും എഴുതണമെന്നില്ലെന്ന്. നിങ്ങൾ ഇവിടെ വെച്ച് എഫ് ഇൻവേഴ്സ് എക്സ് എന്താണെന്ന് എഴുതും. അപ്പോൾ എഫ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു എഫ് ഇൻവേഴ്സ് എക്സ്. ഇതാണ് അതിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. എഫ് ഓഫ് എക്സിന്റെ ഇൻവേഴ്സ് എന്താണ്? എഫ് ഇൻവേഴ്സ് എക്സ് എന്ന് പറയുന്നത്. എഫ് ഇൻവേഴ്സ് എക്സ് കണ്ടുപിടിക്കാനായിട്ട് ഇത് തന്നെയാണ് അതിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഈ വേരിയബിള് നമുക്കിവിടെ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ അല്ലേ വരുന്നത്, ഇവിടെ വൈ എന്ന് പറയുന്ന വേരിയബിൾ അല്ലേ കിടക്കുന്നത്. വൈ മാറ്റിയിട്ട് അങ്ങ് എക്സ് കൊടുത്താൽ മതി. ആ വൈ എന്ന് പറയുന്ന വേരിയബിൾ മാറ്റിയിട്ട് നിങ്ങൾ എന്ത് കൊടുത്താൽ മതി? എക്സ് എന്ന് പറയുന്ന വേരിയബിൾ കൊടുത്താൽ. കാരണം ഇവിടെ എഫ് ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്ന വേരിയബിൾ കൊടുക്കുമ്പോൾ എന്തെന്ന് വരും? എക്സ് പ്ലസ് 3/2 എന്ന് വരും. എഫ് ഇൻവേഴ്സ് എക്സ് എന്ന് കിട്ടും, എക്സ് പ്ലസ് 3/2 കിട്ടും. ഇതാണ് അതിന്റെ ഇൻവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 1 1 1 2 ചെക്ക് ചെയ്യേണ്ടതില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഇൻവേർട്ടിബിൾ ഫംഗ്ഷൻ ആണോ അല്ലയോ ചെക്ക് ചെയ്യേണ്ടതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് മാത്രം ചെയ്താൽ മതി. ആദ്യം ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള പ്രൊസീജിയർ എന്താണ്? y is equal to f of x എന്ന് എടുക്കുക. ഓൺ ടുവിന്റെ സെയിം പ്രൊസീജിയർ. y is equal to f of x എന്ന് എടുക്കുക. എന്നിട്ട് അവിടെ തന്നെ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കും. എക്സിന്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടും. ഇവിടുത്തെ ഈ y യുടെ വേരിയബിൾ മാറ്റിയിട്ട് എഫ് ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ എക്സ് എന്നാക്കി എഴുതുക. എഫ് ഇൻവേഴ്സ് y എന്നാണ് എഴുതുന്നെങ്കിൽ ഈ y എന്ന് പറയുന്ന വേരിയബിൾ പ്രശ്നമൊന്നുമില്ല. എഫ് ഇൻവേഴ്സ് y എന്നാണ് എഴുതുന്നെങ്കിൽ പ്രശ്നമില്ല, ഈ സെയിം സാധനം എഴുതുക. എഫ് ഇൻവേഴ്സ് എക്സ് ആണെങ്കിൽ ആ y മാറ്റിയിട്ട് എന്ത് കൊടുത്താൽ മതി? നിങ്ങൾ എക്സ് കൊടുത്താൽ മതിയാകും. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ എന്താ കണ്ടുപിടിക്കുന്നത്? ഒരു ഫംഗ്ഷൻ ഇൻവേർട്ടിബിൾ ആണോ എന്നും കണ്ടുപിടിക്കുന്നത്, അതുപോലെ അതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത്. സിമ്പിൾ ടോപ്പിക്കാണ്. ആദ്യത്തെ കാര്യം നന്നായിട്ട് പഠിച്ചവർക്ക് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല ഇവിടെ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഇൻവേഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമ്മൾ ചെയ്യും. കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് ആയിട്ടുള്ള ബൈനറി ഓപ്പറേഷൻസ് കൂടെ ചെയ്യുന്നതോടെ ചാപ്റ്റർ കഴിയും. അപ്പൊ ബൈനറി ഓപ്പറേഷൻ ഒരു കുഞ്ഞു ക്ലാസ് 1 2 ക്ലാസ് കൊണ്ട് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത ചാപ്റ്ററിലോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ 1 1 1 2 നന്നായിട്ട് പഠിച്ചത്. അതുകൊണ്ടാണ് ഞാൻ 1 1 1 2 ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചത്. എല്ലാ ചോദ്യം ചെയ്ത് തന്നെയാണ് ഞാൻ പഠിപ്പിച്ചത്. അപ്പോൾ അത് നന്നായിട്ട് അറിയാന്നുള്ളവർക്ക് ഇത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ നന്നായിട്ട് നോക്കിയാൽ മതി. ഭയങ്കര സിമ്പിളാണ്. ഓക്കെ, ഇതാണ് നിങ്ങൾ ആദ്യത്തെ പാർട്ട്. അടുത്ത പാർട്ടിൽ നമുക്ക് കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസ് ചെയ്യാം.